ഹായ് ഫ്രണ്ട്സ്, അമ്പാടിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഹെയർ ബാൻഡിലേക്ക് ഞാൻ നമ്മൾ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു നെറ്റാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നെറ്റിനൊന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നെറ്റിനെ നമുക്ക് ഇത് കുറച്ചും കൂടി വലിയ ബാഗായിരുന്നു, ഞാനിതിൽ ഒരെണ്ണം ചെയ്തു. അപ്പോൾ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബോ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിനെ ഞാനിങ്ങനെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ നിന്ന്. ഇതുപോലെ സെൻറ്ററിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണില്ല. ഞാനപ്പം ഒരു കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. കെട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡിലും ഈക്വലായിട്ട് വരാവുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ ഈ ഒതുങ്ങി നിൽക്കണതിന് ഇങ്ങനെ ഒന്ന് വിരിച്ചൊക്കെ കൊടുക്കാം നമുക്ക്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ല കളർഫുൾ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കെട്ടിയ ഭാഗത്ത് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം ഈ ഗ്ലൂ ഞാൻ ഉപയോഗിക്കുന്നത് B7000ൻ്റെ ഗ്ലൂ ആണ്. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റിക്കാവാൻ കുറച്ച് നേരം വേണമല്ലോ. അപ്പോൾ നമുക്കിതിനൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലൂ ഏകദേശം സെറ്റായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ സൈഡൊക്കെ അങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഹെയർ ബാൻഡിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ത്രെഡ് കൊണ്ട് ഒന്നും കൂടെ ഇതിലേക്ക് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ഫലം കിട്ടും. ഇനി വേണമെങ്കിൽ ഈ പോലെ ഈ ഒരു ഭാഗത്തും കൂടെ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കി നമുക്ക് ഇങ്ങനെ നീക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുടിയുമൊക്കെ കൊളുത്തി ചിലപ്പോൾ പിള്ളേരുടെ ഇതിൽ നിന്ന് വിട്ടു പോരാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ, അതിനെ കുറയ്ക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇവിടെ എന്താ പറയുക, ഷോ ബട്ടണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഷോ ബട്ടൺ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഷോ ബട്ടണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഫോം ഷീറ്റ് വെച്ചുണ്ടാക്കിയ ഒരു റെഡ് ഫ്ലവറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു കെട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ ആ സാറ്റിൻ റിബൺ പതുക്കൊന്ന് റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്താലും മതി. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊന്ന് സെറ്റാവാൻ കുറച്ച് സമയം, ആ ഗ്ലൂ ഒന്ന് ഉണങ്ങി കിട്ടണ സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ഉള്ളി കവറുകൾ കിട്ടുമ്പോൾ വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചുകൊണ്ടെടുക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.